ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ലൈനിങ് ഇട്ടിട്ടുള്ള ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. ഇതൊരു ജോർജറ്റിൽ വരുന്ന ബനാറസി മെറ്റീരിയലാണ്. ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് അത്യാവശ്യമാണ്. നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് 40 ഇഞ്ച് സൈസ് വരുന്നൊരു ടോപ്പാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ബാക്ക് പോർഷൻ 47.5 ഇഞ്ചാണ്. എന്നാൽ ഫ്രണ്ട് പോർഷനിൽ കൂടുതലുണ്ട്, 50-51 ഇഞ്ചോളം വരുന്നുണ്ട്. മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ നമുക്ക് വേണ്ടൂ. താഴ്ഭാഗത്ത് ഓൾറെഡി മടക്കി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അതായത് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമുക്ക് 47 കിട്ടും. ലൈനിങ് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീറ്ററാണ്. ഇതൊരു സാറ്റിൻ മെറ്റീരിയലാണ്. ലൈനിങ് നമുക്ക് 4 മടക്കി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം. ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി 6.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ അവിടെ നിന്നും താഴേക്ക് ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ്. അടുത്ത ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് സൈസ് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ 4/1 ഭാഗം, അതായത് 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് വേസ്റ്റ് ലൈൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 14 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്, അതായത് 38 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9 ഇഞ്ച്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം നമുക്ക് ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്നും 19.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്, കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യണം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 40 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച്, കൂടെ 1 ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിന് വേണ്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴ്ഭാഗത്തെ മാർക്കിംഗ് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെസ്റ്റ് സൈസാണോ ഹിപ്പ് സൈസാണോ കൂടുതൽ വരുന്നത് നോക്കണം. എന്നിട്ട് ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ താഴ്ഭാഗത്തേക്ക് എടുക്കേണ്ടത്. ഹിപ്പും ചെസ്റ്റും ഒരേ മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് താഴ്ഭാഗത്തും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 10 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കൂടെ 1 ഇഞ്ച് സ്ലിറ്റിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൊടുക്കണം. അത് സ്ലിറ്റിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ടോട്ടൽ 12 ഇഞ്ചാണ് നമ്മൾ താഴെ കൊടുക്കേണ്ടത്. ഇപ്പോൾ പോയിൻറ്റുകളെല്ലാം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് കട്ട് ചെയ്യണം. ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി നമ്മൾ ചെസ്റ്റിലേക്കാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം. അത് ബാക്ക് ആം ഹോളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വേണം ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട്. പെർഫെക്റ്റായിട്ട് ആം ഹോൾ കട്ട് ചെയ്യണ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്തോളൂ. നെക്ക് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ക്യാൻവാസിലാണ്. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.25 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചുമാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചുമാണ്. ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് ആ തുണിയുടെ ചീത്ത വശത്ത് ക്യാൻവാസിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒരു മീഡിയം ചൂടിൽ വേണം അയൺ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ക്യാൻവാസ് അയൺ ബോക്സിൻ്റെ കൂടെ പോരും. അതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാൻവാസിന് ചുറ്റും 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ആ തുണി 1/2 ഇഞ്ച് തുണി നമുക്ക് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് സെൻറ്ററിലൊരു നോച്ചിട്ട് കൊടുക്കാം. ബാക്ക് നെക്കും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് അഴിച്ചെടുത്ത് സെപ്പറേറ്റ് ചെയ്യണം.
എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ലൈനിങ്ങും വെച്ചിട്ട് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാൻ. ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ നല്ല തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കൂടുതൽ ഇട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. നമുക്കത് ലാസ്റ്റ് ആവശ്യമില്ലെങ്കിലും നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതൊരു കരുതലായിട്ട് നമ്മൾ വെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ പീസിനേക്കാളും 3 ഇഞ്ച് കുറച്ചെടുത്താൽ മതി ലൈനിങ്ങിന്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിലൊന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ലൈനിങ് വെച്ചിട്ട് അതിനനുസരിച്ച് മാത്രം തുണി നമുക്ക് എടുത്താൽ മതി. ഇതുപോലെ മടക്കി വെച്ചാൽ മതി. ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗമാണ് നമുക്ക് സ്ലീവിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് നമ്മളെ സ്ലീവ് വരുന്നത്. ഇതുപോലുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിൻ കുത്തി വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ലെങ്ത്ത് നമ്മൾ എടുക്കേണ്ടത് താഴ്ഭാഗത്ത് നിന്നാണ്. കാരണം അവിടെ നല്ല വീതിയിലുള്ളൊരു ബോർഡർ വരുന്നുണ്ട്. ആ ബോർഡർ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് ലെങ്ത്ത് നോക്കിയാൽ മതി. മെയിൻ തുണിയേക്കാളും 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ നമ്മൾ മെയിൻ പീസിൽ എടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിടുത്ത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനേക്കാളും 1/2 ഇഞ്ച് കൂടുതലെടുത്ത് നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിനുള്ള പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. 18 ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് കിട്ടും. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് 2 മെഷർമെൻറ്റാണ് വേണ്ടത്. നമ്മളെ കൈയുടെ വണ്ണവും അതുപോലെ തന്നെ കൈയുടെ നീളവും. കൈവണ്ണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ആം ഹോൾ എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച്. അതാണ് രണ്ടാക്കി മടക്കി, തുണി രണ്ടാക്കി മടക്കി ഇടുമ്പോൾ 9.5 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തുണി നമ്മൾ വിരിച്ചിടുമ്പോൾ നമുക്ക് 19 ഇഞ്ച് വീതിയാണ് വേണ്ടത്. അതുപോലുള്ള 2 സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷമാണ് ആ പീസ് വെച്ചിട്ടാണ് രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് 2 സ്ലീവും ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 സ്ലീവിനുള്ള തുണിയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുണിയൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. തുണിയുടെ മോശം വശത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത്. ഈ സൈഡിലാണ് നമ്മൾ കൈവണ്ണം കൊടുക്കുന്നത്, അതായത് 9.5 ഇഞ്ച്.
മേൽഭാഗത്താണ് മടക്ക് വശം വരുന്നത്. അവിടെയാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കേണ്ടത്. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് തയ്യൽ തുമ്പടക്കം 16 ഇഞ്ചാണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടൊരു ബോർഡറും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 3.5-ൽ നിന്ന് മേലേക്ക് ആ പോയിന്റിലേക്ക് നമുക്കൊരു മാർക്ക് ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഈ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലുള്ള ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും ആ സൈഡിലേക്കാണ് നമ്മൾ ആം ഹോൾ കർവ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് നോക്കാം. എനിക്കിവിടെ വേണ്ടത് 11 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി 5.5 ഇഞ്ച്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ശേഷം നമുക്ക് മാർക്ക് ചെയ്ത പോയിന്റുകളിലൂടെ കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ പിടിച്ചിട്ട് ഇതുപോലൊരു നോച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ നമ്മളൊരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് സ്ലീവിലും ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 2 സ്ലീവും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മേലേന്ന് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡിൽ വയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു 2.5 ഇഞ്ചിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. നല്ല ഭാഗം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. അതായത് മോശം ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേലേക്ക് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കാം. നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്.
ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ബാക്ക് നെക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കാം. ഈ 3 പീസിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നെക്കിനെ ഉള്ളിലേക്ക് തിരിച്ചിടുകയൊന്നും വേണ്ട. അത് ഷോൾഡർ ജോയിനിങ്ങിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കാം. അതായത് മോശം ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നല്ല പീസ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ മേലെ ക്യാൻവാസും വെച്ച് കൊടുക്കാം. നമ്മൾ നെക്കിന് താഴെയായിട്ട് ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്കാണ് ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ടത്. ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസിനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് തയ്യൽ തുമ്പ് ക്യാൻവാസിന് അരികിലേക്ക് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അങ്ങനെ ചെയ്താൽ സ്റ്റിച്ചൊന്നും നമുക്ക് പുറത്തേക്ക് കാണേയില്ല. നെക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ചെയ്യേണ്ടത് ക്യാൻവാസും നമ്മളെ ലൈനിങ്ങും ഒരുമിച്ച് പിടിക്കുക. നമ്മളെ മെയിൻ പീസ് ഇതിൽ പെടാതെ വേണം പിടിക്കാനായിട്ട്. അങ്ങനെ ഇതുപോലെ മെയിൻ പീസ് മാറ്റി വെച്ചിട്ട് ക്യാൻവാസും ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ നെക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിനിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബാക്ക് പീസ് ഇതുപോലെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക്, അതായത് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗമാണ് നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കേണ്ടത്. അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക. ഇതുപോലെ വയ്ക്കുക. ഇനി ബാക്ക് പീസിൻ്റെ ക്യാൻവാസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ബാക്ക് പീസ് കൊണ്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. ഇത് തന്നെ 2 സൈഡിലും ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. അതിലേക്ക് ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്ക് നെക്ക് കൊണ്ട് പൊതിഞ്ഞെടുക്കാം. ശേഷം 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ചെറുതായിട്ടൊരു സ്ലോപ്പ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പിൻ ഉപയോഗിക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് നെക്കിൻ്റെയും ഈ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നെക്ക് തിരിച്ചിടുമ്പോൾ ആ ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിലൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്യാൻവാസും ലൈനിങ്ങും വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കാം, മെയിൻ പീസിൽ കൊള്ളാതെ. അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൽ ബോർഡർ വെച്ച് കൊടുക്കാം. അതിന് സ്ലീവിൻ്റെ മോശം ഭാഗത്താണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ബോർഡറിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ ചീത്ത വശത്തിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ മേൽഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടിഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോർഡറിനെ നമുക്കിതുപോലെ താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് തുണിയെ തിരിച്ചിടാം, അതായത് സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിടാം. അതിനുശേഷം ബോർഡറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് മേലേക്ക് കയറ്റി വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിന് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടിയും ഒരുമിച്ച് വെച്ചിട്ട് സൈഡുകളെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് സ്ലീവും ചെയ്തെടുക്കാം. അടുത്തതായിട്ട് മേൽഭാഗത്തുനിന്ന് തുടങ്ങി നമുക്ക് ഫുള്ളായിട്ട് സൈഡിൽ ഇതുപോലെ നല്ല പീസും ലൈനിങ്ങും ചേർത്ത് പിടിച്ചിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സൈഡ് ജോയിൻ ചെയ്യാനല്ല, രണ്ട് പീസുകൾ തമ്മിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് തുടങ്ങി അടുത്ത ഭാഗത്തേക്കും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സ്ലീവിലും 2 സ്റ്റിച്ച് വീതം കൊടുക്കാം.
സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ സ്ലീവിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് റൗണ്ട് നോക്കാം. അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ശേഷം നമുക്ക് ഒന്നും കൂടി നമ്മളെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പിൻ്റെ അവിടെ എല്ലാം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലിറ്റ് വരെ നമ്മൾ 2 സ്റ്റിച്ച് വീതം കൊടുത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലെങ്തി ആവുന്നത് കാരണം. ഇപ്പോൾ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.